بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد സൂറത്തു നംൽ 69 മുതൽ 72 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ നിയമങ്ങൾ സൂചിപ്പിക്കാം. ഖുൽ സീറൂ ഫിൽ അർദ്. ഖാഫ് തഫ്ഖീം ചെയ്യേണ്ട ഇസ്തിഅലാഇൻ്റെ 7 അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഖാഫിനെ ഉച്ചരിക്കണം. എന്നാൽ ദമ്മ ആയതുകൊണ്ട് താരതമ്യേന ഫത്ഹിൻ്റെ അത്ര തന്നെ ഇല്ലാത്ത തഫ്ഖീമാണ് ഉണ്ടാവുക. ഖുൽ ലാം സാക്കിനത്തായ ലാമിനെ ഇദ്ഹാർ ചെയ്യണം. ഖുൽ സീറൂ സീറൂ റാ തഫ്ഖീം ചെയ്യേണ്ട ഹർഫാണ്, സന്ദർഭമാണ്. റാഇന് ദമ്മുള്ളതുകൊണ്ട് സീറൂ ഫിൽ അർദ്. ഇതിൽ ഫിൽ അർദ് പലപ്പോഴും ആളുകൾ തെറ്റിക്കാറുള്ളത് ഫില്ലർ എന്ന് പറയും. അങ്ങനെ പറയരുത്. ഫിൽ അർദ് ഹംസ വ്യക്തമാക്കണം എന്നതാണ്. ഇവിടെ റാ ദ്വാദ് ഇതൊക്കെ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങളാണ്. ഫിൽ അർദി ഫൻദുറു എന്ന് ചേർത്ത് വരുമ്പോൾ ദ്വാദിന് കസ്ർ വരുന്നു. അതുകൊണ്ട് തന്നെ കുറഞ്ഞ തഫ്ഖീമാണ് ദ്വാദിന് ഉണ്ടാവുക. ചുരുക്കി പറയാം, തഫ്ഖീം ചെയ്യേണ്ട ഹർഫുകളെ പ്രത്യേകം ശ്രദ്ധിക്കുക. അവക്ക് തഫ്ഖീമോടുകൂടിയുള്ള തടിപ്പിച്ച സ്വരഭാരത്തോടെയുള്ള ശബ്ദം നൽകണം. ഖുൽ സീറൂ ഫിൽ അർദ് ഫിൽ അർദി ഫൻദുറൂ. ഇവിടെ ഫൻദുറൂ സാക്കിനത്തായ നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിക്കണം. മണിക്കലിൽ തഫ്ഖീം വേണം. തടിപ്പിച്ചുകൊണ്ടുള്ള സ്വരഭാരത്തോടെയുള്ള തഫ്ഖീമോട് കൂടിയുള്ള മണിക്കൽ അല്ലെങ്കിൽ ഇഖ്ഫാ, അതാണ് ഇവിടെ കാരണം. ശേഷമുള്ളത് ഇസ്തിഅലാഇൻ്റെ 7 ഹർഫുകളിൽപ്പെട്ട വാ ആണ്. അതിനു മുമ്പിലാണ് നൂനിനെ മണിക്കുന്നത് എന്നതുകൊണ്ട് ഫൻ എന്ന് പറയാം. ഫൻദുറൂ വാ. ശേഷം റാ. ഇവയൊക്കെ തഫ്ഖീം ചെയ്യപ്പെടുകയാണ്. ഖുൽ സീറൂ ഫിൽ അർദി ഫൻദുറൂ. റൂ റൂ എന്ന ശബ്ദം അത് വെറും മലയാളത്തിലെ റൂ റൂ എന്ന് പറഞ്ഞാൽ മതിയാവുകയില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പലർക്കും തെറ്റാറുള്ളത് റാഹിൻ്റെ ഉച്ചാരണത്തിൽ ആണ്. റാ മലയാളത്തിലെ റാ പോലെ പറയും. അത് പോരാ, മറിച്ച് തഫ്ഖീമോട് കൂടിയുള്ള റാ പറയാം. കൈഫ കാന കൈഫ കാന തർത്തീഖ് ചെയ്യേണ്ട ഹർഫാണ് കാഫ്. ഫാ അല്ല, കാഫും ഫാഉം. കൈഫ കാന ആഖിബത്തുൽ മുജ്രിമീൻ. ഐനും തർത്തീഖ് ചെയ്യേണ്ട ഇസ്തിഫാലിൻ്റെ ഹർഫാണ്. അതിൻ്റെ അലിഫിൻ്റെ ഒക്കെ തർത്തീഖാണ്. ആഖിബതു കാന ആഖിബതു. ഖാഫിന് കസ്റായതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക. ഇസ്തിഅലാഇൻ്റെ ഹർഫിൽ പെട്ടതാണ്. ആഖിബതുൽ മുജ്രിമീൻ അൽ മുജ്രിമീൻ. ജീമിന് സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ഹറക്കത്ത് പോലെ ശബ്ദം വ്യക്തമാക്കണം. കാന ആഖിബതുൽ മുജ്രിമീൻ വലാ തഹ്സൻ അലൈഹിം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അക്ഷരമാണ്. ഹുറൂഫുൽ ഹൽഖിൽപ്പെട്ട തൊണ്ടയുടെ മധ്യമാണ് അതിൻ്റെ മഖ്റജ്. വലാ തഹ്സൻ അലൈഹിം സാക്കിനത്തായ നൂനും ശേഷം ഐനും. ഇവിടെ ഇൽഹാർ ഹൽഖി നൽകി നൂനിനെ വെളിവാക്കേണ്ടതാണ്. വലാ തഹ്സൻ അലൈഹിം വലാ തകുൻ. അലൈഹിം എന്നതിൽ സാക്കിനത്തായ മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. അപ്പോൾ 2 ഇൽഹാറുകളാണ്. വലാ തഹ്സൻ എന്നതിലെ നൂനിനെ ഇൽഹാർ ഹൽഖി ചെയ്യണം. അതുപോലെ അലൈഹിം എന്നതിലെ മീമിനെ ഇൽഹാർ ഷഫവി ചെയ്ത് വെളിവാക്കണം. ശേഷം വാവ് വന്നതുകൊണ്ട് സൂക്ഷ്മതയോടെ
വാവിന് തൊട്ട് മുമ്പിൽ സാക്കിനത്തായ മീം വരുമ്പോൾ അവിടെ മീം അവ്യക്തമാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം. പ്രകാരം വാവോ ഫാവോ സാക്കിനത്തായ മീമിന് ശേഷം വരുമ്പോൾ സൂക്ഷ്മത ആവശ്യമാണ്. അലൈഹിം വലാ തകുൻ ഫീ ളൈഖ. അവിടെ വലാ തകുൻ എന്നതിലെ സാക്കിനത്തായ നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിക്കുക, അവ്യക്തമാക്കി മണിക്കണം. മണിക്കലിൽ തർക്കീഖാണ് വേണ്ടത്. ഇഖ്ഫാ മുറഖഖ് അല്ലെങ്കിൽ ഗുന്ന മുറഖഖ ചെയ്തുകൊണ്ട്. കാരണം ശേഷം ഫ ആണ്, ഇസ്തിഫാലിൻ്റെ ഹർഫാണ്, തർക്കീഖ് ചെയ്യേണ്ട അക്ഷരമാണ്. വലാ തകുൻ ഫീ ളൈഖിൻ മിമ്മാ യംകുറൂൻ. ളൈഖിൻ ളാദിന് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കണം. ഇസ്തിത്താല എന്നത് അതിൻ്റെ പ്രത്യേകമായ സിഫത്താണ്. ഇസ്തിഅലാഇൻ്റെ അക്ഷരമാണ്, ഇത്ബാഖിൻ്റെ അക്ഷരമാണ്, കടുപ്പമുള്ള ഹർഫാണ്. നാവിൻ്റെ സൈഡ് നീളത്തിലാണ് അതിൻ്റെ മഖ്റജ്. ض എന്ന സൈഡിൽ നിന്ന് അണപ്പല്ല് ചേർത്ത് ഉച്ചരിക്കുക. ഫീ ളൈഖിൻ മിമ്മ. ഖാഫും തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്, പക്ഷേ കസ്റായതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം. അതിൻ്റെ തൻവീനിനെ ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. ഫീ ളൈഖിൻ മിമ്മ. അപ്പോൾ ഫലത്തിൽ 2 ഷദ്ദുള്ള മീം അവിടെ ഉച്ചരിക്കുകയാണ്. മുശദ്ദദത്തായ 2 മീമുകൾ, അവ രണ്ടിനെയും മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഫീ ളൈഖിൻ മിമ്മാ യംകുറൂൻ. ഈ പദത്തിലെ സാക്കിനത്തായ മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുക. യംകുറൂൻ. ഇതിൽ റാഇന് മാത്രമാണ് തഫ്ഖീം വരുന്നത്. റാഇനെ തടിപ്പിച്ച് ഉച്ചരിക്കുക. യംകുറൂൻ. റൂ എന്ന തടിപ്പിച്ച ശബ്ദം. ويقولون متى هذا الوعد إن كنتم. ويقولون قاف تفخيم ചെയ്യേണ്ട ഹർഫാണ്. ويقولون متى هذا الوعد. ബാക്കി അക്ഷരങ്ങൾക്കൊക്കെ തർക്കീഖാണ്, ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ്. ഇൻ കുൻതും. ഇവിടെ 2 ഇഖ്ഫാകൾ വരുന്നുണ്ട്. ഇഖ്ഫാ ഹഖീഖി, സാക്കിനത്തായ നൂൻ കാഫിന് മുമ്പിലും സാക്കിനത്തായ നൂൻ താഇന് മുമ്പിലും. ഇവിടെ 2ഉം ഇഖ്ഫാ ഹഖീഖി മുറഖഖ്, തർക്കീഖോടുകൂടി നേർപ്പിച്ചുള്ള മണിക്കൽ നൽകി ഉച്ചരിക്കുക. ഇൻ കുൻതും സ്വാദിഖീൻ. സാക്കിനത്തായ മീം ശേഷം സ്വാദ്. ഇവിടെ മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. സ്വാദിഖീൻ എന്ന് പറയുമ്പോൾ സ്വാദിന് തഫ്ഖീമാണ്, പൂർണ്ണമായ തഫ്ഖീം. അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിലും തഫ്ഖീം കൊടുക്കുക, തടിപ്പിച്ച് ഉച്ചരിക്കുക. ഖാഫിന് കുറഞ്ഞ തഫ്ഖീമാണ് ഉണ്ടാവുക, കസ്റായതുകൊണ്ട്. സ്വാദിഖീൻ. സ്വാ എന്നേ പറയുള്ളൂ. സ്വാ എന്ന് ചുണ്ട് ചേർത്ത് പറയരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ല, സ്വാദിഖീൻ. ഈ വചനം പലതവണ പരിശുദ്ധ ഖുർആനിൽ ആവർത്തിക്കുന്ന ഒരു വചനമാണ്. സൂറത്തുൽ മുൽക്കിലുണ്ട്, സൂറത്ത് യാസീനിൽ, സൂറത്ത് സബയിൽ ഒക്കെ നമ്മൾ ഓതിയതായിട്ട് ഓർക്കുന്നുണ്ടാകും. ഇവിടെയും ഈ വചനം ആവർത്തിക്കുന്നു. സൂറത്തു സജ്ദയുടെ അവസാനത്തിലാണെങ്കിൽ വയഖൂലൂന മതാ ഹാദൽ ഫത്ഹു. അൽ വഅദു എന്നതിന് പകരം അൽ ഫത്ഹു എന്നാണുള്ളത്. ഖുൽ അസ. അടുത്ത വചനം ഖുൽ. ഖാഫ് തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്, നേരത്തെ വന്ന പദം തന്നെ. ഖുൽ അസ അൻ യകൂന. അസ ഐൻ വ്യക്തമാക്കി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹൽഖിയായ അക്ഷരമാണ്. അസ എന്നതിലെ അലിഫിനെ മദ് മുൻഫസിൽ ജായിസ് നൽകി 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കണം. അസ അലിഫ് അടുത്ത പദത്തിൻ്റെ ആരംഭത്തിൽ ഹംസ. ഇതാണ് ഈ ദീർഘമുണ്ടാവാനുള്ള കാരണം.
മുൻഫസിൽ എന്നാൽ വേർപിരിഞ്ഞത് എന്നർത്ഥം. ഖുൽ അസാ അൻ യകൂന റദിഫ ലക്കും അൻ യകൂന സാക്കിനത്തായ നൂനും ശേഷം യാഉം ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി. യായിലേക്ക് നൂനിനെ ലയിപ്പിച്ച് പണിക്കണം. അൻ യകൂന റദിഫ ലക്കും റാഇന് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക. മഫ്തൂഹത്താണ്. റദിഫ ലക്കും ബഅദുല്ലദീ തസ്തഅജിലൂൻ. റദിഫ ലക്കും ബഅദു സാക്കിനത്തായ മീമും ശേഷം ബാഉം. ഇഖ്ഫാ ശഫവി എന്ന ഹുക്മാണ് അവിടെ. ഇഖ്ഫാ ഫലത്തിൽ ഇഖ്ഫാ ശഫവിയാണ് അവിടെ. ഓക്കെ, അപ്പോൾ അവിടെ അവ്യക്തമാക്കി മണിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. ഉദ്ദേശിക്കുന്നത് മീമ് ഉച്ചരിക്കുമ്പോൾ ചുണ്ട് പൂർണ്ണമായും അമർത്തി വെക്കാതെ ചുണ്ടിനെ വിടർത്തി വെച്ചുകൊണ്ട് വ്യക്തമാക്കുക. അത് എന്ന് വെച്ചാൽ അവിടെ ചിലർ തെറ്റായി പറയാറുള്ളത് ചുണ്ടുകൾക്കിടയിൽ വിടവ് വേണം. അങ്ങനെ വേണ്ടതില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഖുൽ അസാ അൻ യകൂന റദിഫ ലക്കും ബഅദു എന്ന് ഉച്ചരിക്കുക. ദ്വാദിന് തഫ്ഖീം കൊടുക്കണം. നിസ്ബിയായ തഫ്ഖീം ദമ്മായതുകൊണ്ട് ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്. ബഅദുല്ലദീ തസ്തഅജിലൂൻ ഐൻ ആവർത്തിക്കുന്നു. ബഅദു തസ്തഅജിലൂൻ ഇതിലൊക്കെ ഐന് വ്യക്തമായി മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. قل سيروا في الأرض فانظروا كيف كان عاقبة المجرمين ولا تحزن عليهم ولا تكن في ضيق مما يمكرون ويقولون متى هذا الوعد إن كنتم صادقين قل عسى أن يكون ردف لكم بعض الذي تستعجلون